എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഫീ പേയ്മെൻറ്റും അതുപോലെ തന്നെ അത് മാൻഡറ്ററി ഫീ പേയ്മെൻറ്റും അത് ജനറൽ കാറ്റഗറിക്ക് 990 SC/ST വിദ്യാർത്ഥികൾക്ക് 925 രൂപയുമാണ് മാൻഡറ്ററി ഫീസ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരവും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഇനി മറ്റ് ഓപ്ഷനുകൾ വേണ്ട എന്നുള്ളവർക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ഓപ്ഷനുകൾ മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യുന്നതിനുമുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ്, ജൂൺ 21 വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അവസരം ഉണ്ടാവുക. വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ്. നിലവിൽ നിങ്ങൾ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admissions.kannur.ac.in/FRYUG/ADM2025/index.php എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് പരിശോധിക്കാനുള്ള ലോഗിൻ പേജിലേക്ക്, അതായത് ഹോം പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക, അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ ആ ഒരു പേജിൽ കാണുന്നത് ആ ഒരു വെരിഫിക്കേഷൻ കോഡ് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്താൽ അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇമെയിൽ അയച്ചു തരുന്നതും അതിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ വെരിഫിക്കേഷൻ കോഡും നൽകിയ ശേഷം സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, അവർ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങളുടെ ആ ഒരു പേജിൽ തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നതാണ്. അപ്പോൾ പേ ഫീ അങ്ങനെ ആ ഒരു പറഞ്ഞുകൊണ്ടാണ് ലിങ്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞ പ്രകാരമുള്ള സ്റ്റെപ്പ് പ്രകാരം നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPIയോ ഇതിലേതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അത് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം ഫീ പേയ്മെൻറ്റ് ചെയ്ത് അത് പ്രൊഫൈൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് ഇവിടെ ഹെൽപ്പ് എന്നുള്ള ഓപ്ഷൻ ഈ ഒരു പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്തതിന് നിങ്ങൾക്ക് ആ ഒരു എന്താണ് പ്രശ്നം അതിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏകദേശം ചെറിയ ആ ഒരു സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഉള്ള ആൻസേഴ്സ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് പ്രകാരം ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു ഹോം പേജിൽ അത് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് നിങ്ങൾ ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഹെൽപ്പ് ഡെസ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം പരിഹരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഏതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ആയിക്കോട്ടെ ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് അഡ്മിഷൻ സമയത്ത് കോളേജിൽ അടച്ചാൽ മതിയോ എന്നുള്ളത്. അഡ്മിഷൻ സമയത്ത് കോളേജിൽ അടക്കാനായിട്ട് വേറെ ഫീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ അടക്കുന്നത് യൂണിവേഴ്സിറ്റി ഫീസാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻ ആരൊക്കെ ക്യാൻസൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം ഇതിന് താഴെ മറ്റു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അതേസമയം നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ കിട്ടിയത് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സീറ്റ് പോകുന്നതും അവിടെ അടച്ച ഫീസ് പുതിയ ആ ഒരു കോളേജിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് നിങ്ങൾ റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ഒരു ഓപ്ഷൻ്റെ താഴെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഹയർ ഓപ്ഷൻസ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വേണ്ടാത്തതുണ്ടെങ്കിൽ അതിനെ മാത്രമായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങളിത് റിമൂവ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, അതല്ലെങ്കിൽ റിമൂവ് ചെയ്യാതിരിക്കാം. അതായത്
അതായത് നിങ്ങളിപ്പോൾ ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ നിലനിർത്തുന്ന സാഹചര്യത്തിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ ഓപ്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ആ ഒരു കിട്ടിയിട്ടുള്ള സീറ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതേസമയം സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുന്ന സാഹചര്യത്തിൽ ആദ്യം കിട്ടിയ സീറ്റ് പോകുന്നതും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻ്റെ താഴെ എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടുന്നതും പിന്നീട് പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യുക. ഇനി ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ തന്നെ മതി അതായത് ആ ഒരു ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ വേറൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.